രാധേ രാധേ. ദീർഘായുസ് വേണമെന്ന് ആഗ്രഹിക്കാത്തവര് ആരാണുള്ളത്? ആ ദീർഘായുസ് കിട്ടാൻ, ദീർഘ ആയുസ് മാത്രം കിട്ടിയാൽ പോരാ, ആരോഗ്യത്തോടെ ദീർഘായുസ് കിട്ടണം. ആരോഗ്യത്തോടെയും ഐശ്വര്യത്തോടെയും സാമ്പത്തികമായ അഭിവൃദ്ധിയോടും കൂടി ഏത് കിട്ടണം? ദീർഘായുസ് കിട്ടണം. അപ്പോൾ മാത്രമേ ദീർഘായുസ് കൊണ്ട് അർത്ഥമുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ആരോഗ്യ സൗഖ്യം ലഭിക്കാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാനും മറ്റും ബന്ധുക്കളും ഒക്കെ കൂടെ ഉണ്ടാകുന്നതിനും വേണ്ടി എന്നും രാവിലെ കുളിച്ചിട്ട് തലയുമൊക്കെ തോർത്തിയിട്ട് തിരിച്ചു വന്നിട്ട് ഭഗവാന്റെ മുന്നിൽ വിളക്ക് കൊളുത്തിയതിന് ശേഷം നമ്മൾ ആയുർ ഗോപാല മന്ത്രം ജപിക്കുകയാണ് ചെയ്യേണ്ടത്. അത് രാവിലെ 108 ഉരു, അതുപോലെ തന്നെ സന്ധ്യയ്ക്കും 108 ഉരു ജപിച്ചാൽ നിങ്ങൾക്ക് സന്തോഷത്തോടും ആരോഗ്യത്തോടും ബന്ധുമിത്രാദികളുടെ സ്നേഹത്തോടും കൂടി ദീർഘായുസ് ഉണ്ടാകുന്നതാണ്. മന്ത്രം ഞാൻ പറഞ്ഞു തരാം, അതോടൊപ്പം ഞാൻ വീഡിയോയിൽ എഴുതിയും കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് തെറ്റില്ല. മന്ത്രം ഇതാണ്: ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹി മേ ശരണം, കൃഷ്ണ ത്വാമഹം ശരണം ഗദാ. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹി മേ ശരണം, കൃഷ്ണ ത്വാമഹം ശരണം ഗദാ. ഇത് ചൊല്ലുന്നതൊരു ശീലമാക്കുക. നിങ്ങളെല്ലാവരും ദീർഘായുസ്സുള്ളവരായിരിക്കട്ടെ.